ഹായ് മക്കൾസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പ്രധാനമായിട്ടും ഇത്തവണ SLC എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തു നിൽക്കുന്ന മക്കളോടാണ്. നിങ്ങളുടെ പേപ്പർ, നിങ്ങളുടെ SLC എക്സാമിൻ്റെ പേപ്പേഴ്സ് അവിടെ നോക്കി തീരാറായി. നിങ്ങളുടെ വാല്യുവേഷൻ ഏകദേശം ഏപ്രിൽ 21, 22 ഒക്കെ ആകുമ്പോഴത്തേന് തീരും. എന്നാൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് അടുത്ത മാസം മെയ് ആദ്യ വാരത്തിലാണ്. അതെങ്കിൽ മെയ് 3-ാം തീയതി ശനിയാഴ്ച, അല്ലെങ്കിൽ ഒരു മെയ് 5-ാം തീയതി തിങ്കളാഴ്ച ഒക്കെ ആയിട്ടായിരിക്കും റിസൾട്ട് വരിക. ഒരു +or-1 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ നിൽക്കും. നോ പ്രോബ്ലം, എന്തായാലും റിസൾട്ട് വരട്ടെ. പക്ഷെ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോ എടുക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. ഒന്ന്, നിങ്ങൾക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ആ സമയത്ത് നിങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടാവും, കറങ്ങി, അല്ലെങ്കിൽ വെറുതെ നിന്നിട്ടുണ്ടായിരിക്കും, കുറേ സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും, കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരിക്കും. എന്തും ആയിക്കോട്ടെ, ഈ സമയത്ത് നിങ്ങൾ മെയിനായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഒന്ന് ആലോചിച്ച് വെക്കണം. കാരണം എന്താ, നിങ്ങൾക്ക് അറിയില്ലേ, +1, +2 എന്ന് പറയുമ്പോൾ കുറേ സ്ട്രീംസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ളത് ഒന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സഹായം തേടാം, നിങ്ങളുടെ പേരൻസിൻ്റെ സഹായം തേടാം. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. നമ്മളെ ചാനലിലും അജാസ് സാറൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് തീരുമാനിച്ചുറപ്പിക്കണം. അവിടെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആഗ്രഹം, ഐ അണ്ടർലൈൻ ദാറ്റ് വേർഡ്, നിങ്ങളുടെ ആഗ്രഹം ഏതാണോ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവും, ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, പൈലറ്റ് ആയിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം ഏതാണോ ആ നിങ്ങളുടെ ആഗ്രഹത്തിന് ഏറ്റവും നല്ലത് ഏത് കോഴ്സാണോ ആ കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഏത് സ്ട്രീമാണെന്ന് വെച്ചാൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആലോചിക്കുമ്പോൾ അവരുടെ ഒക്കെ ഏറെക്കുറെ അവസാനം ചിന്ത എത്തുന്നത് എവിടെയായിരിക്കും, +1 സയൻസ് എന്നായിരിക്കും. കാരണം എന്താ, സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ മിക്ക കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് പോവാം. അങ്ങനെ നിങ്ങൾ സയൻസ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സയൻസ് ആണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ പഠിച്ചു തുടങ്ങണം. കാരണം നിങ്ങൾ 10ാം ക്ലാസ് നട വരുന്നത്, 10ാം ക്ലാസ്സിന് കമ്പയർ ചെയ്യുമ്പോൾ +1 നന്നായിട്ട് പഠിക്കാനുണ്ട്, അത്യാവശ്യം പഠിക്കാനുണ്ട്. സോ നേരത്തെ പഠിച്ചു തുടങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്, +1ൻ്റെ സൂപ്പർ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഒരു പുത്തൻ തുടക്കം. നാളെ മുതൽ നമ്മൾ +1 അങ്ങോട്ട് തൂഫാനാക്കാൻ പോവുക. സോ എജുപോർട്ടിൻ്റെ +1 സൂപ്പർ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നാളെ രാത്രി 8 മണിക്കാണുള്ളത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്നൊന്ന് അറ്റൻഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇനി ഒന്ന് അങ്ങോട്ടോ ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ അവരും എന്തായാലും വന്ന് അറ്റൻഡ് ചെയ്യണം. ഇനി എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ സഹായിച്ചത് അതേപോലെ +1 ഞങ്ങൾ സൂപ്പറായിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ ഇതാടാ ഞങ്ങളെ ഫീസ് റേറ്റ് ഇതായിരിക്കും, 5499 രൂപ മാത്രം. ഇതൊരു കൊല്ലത്തേക്കുള്ള ഫീസാണ്, ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. അതും അത്രക്കും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നമ്മുടെ ആപ്പ് കൊടുക്കുന്നത് 5499 രൂപയാണ്. സോ ഈ സമയത്ത് നാളെ മുതൽ എജുപോർട്ടിൻ്റെ കൂടെ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ഫോം. ആ ഫോം ഒന്ന് നിർബന്ധമായിട്ടും ഫിൽ ചെയ്യണം. അങ്ങനെ നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സൂപ്പർ ബാച്ചിൽ സൂപ്പറായിട്ട് പഠിക്കാം. അതേപോലെ എജുപോർട്ടിൻ്റെ നീറ്റ് ആൻഡ് JEE ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10-നും 11-നുമാണ്. അതിൻ്റെ ഒക്കെ ലൈവ് യൂട്യൂബിൽ ഉണ്ടായിരിക്കും. അതൊക്കെ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ എന്തിനാണ് എജുപോർട്ട് ചൂസ് ചെയ്യുന്നത്? വൈ വി ചൂസ് എജുപോർട്ട്? എജുപോർട്ടിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത റിസൾട്ടാണ്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് +2 റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കൊടുത്ത സ്ഥാപനം അത് എജുപോർട്ടാണ്. ഞങ്ങൾ അഭിമാനപൂർവ്വം പറയാം, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കൊടുത്ത്, ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഔട്ട് ഓഫ് ഫുൾ, അത് വാങ്ങിക്കൊടുത്തത് എജുപോർട്ടാണ്. എജുപോർട്ടിൻ്റെ കൂടെ കൂടിക്കോ നമ്പർ 1 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമ്പർ 1 ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ടീച്ചേഴ്സ്. നിങ്ങൾക്ക് JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അത് ക്വാളിഫൈ ചെയ്ത ആൾക്കാരാ, ആ കടമ്പ ചാടിക്കടന്ന മഹാന്മാരായിരിക്കും ക്ലാസ് എടുത്ത് തരിക. NIT ഫാക്കൽറ്റീസ്, IIT ഫാക്കൽറ്റീസ്, ഡോക്ടേഴ്സ്, അങ്ങനെ എക്സ്പീരിയൻസ് 18ഓളം വർഷത്തും അല്ലെങ്കിൽ അത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള കിടുക്കാച്ച് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. സോ വീണ്ടും ഞാൻ പറയുന്നു, കൂടെ കൂടിക്കോ. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. നാളത്തെ ലൈവിൻ്റെ കാര്യം മറക്കരുത്. ആ ലൈവ് നമ്മൾ എജുപോർട്ട് +1 എന്നുള്ള ചാനലിലാണ് കൊടുക്കുക. സോ എജുപോർട്ടിൻ്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എജുപോർട്ടിൻ്റെ +1 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഞങ്ങളെ കൂടുതൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതേപോലുള്ള സപ്പോർട്ട് നിങ്ങൾ +1ലും ഞങ്ങൾ ഉണ്ടായിരിക്കും. സോ എജുപോർട്ടിൻ്റെ +1 സബ്സ്ക്രൈബ് ചെയ്യണം. അതിലായിരിക്കും നമ്മൾ +1 അലോട്ട്മെൻറ്റ് കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അതിലായിരിക്കും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സോ ഗൈസ്, എജുപോർട്ടിൻ്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നാളത്തെ ലൈവ് എന്തായാലും അറ്റൻഡ് ചെയ്യുന്നു. മാത്രമല്ല സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ താഴത്തെ ഫോം ഫിൽ ചെയ്യുന്നു. സോ ഗൈസ്, ബൈ.